Hi everyone, this is Abinsi from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിയിൽ നമ്മൾ കുറേയധികം പുതിയ എക്സിറ്റിംഗ് ആയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യം തന്നെ. സോ ഇപ്പോൾ തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് എല്ലാ കാരണം സ്റ്റോറീസ് ആയിട്ടും റീൽസ് ആയിട്ടും നിങ്ങൾക്ക് അവിടെയും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഐശ്വര്യമായിട്ട് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.2ൻ്റെ പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്, ബീറ്റ 3. ഈ ഒരു ബീറ്റയിൽ കുറച്ച് പുതിയ റിഫൈൻമെൻറ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ലിക്വിഡ് ഗ്ലാസ്സിലും ബാക്കി കുറേ കാര്യങ്ങൾക്കും ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലോ ആണ് ഈ ഒരു വട്ടം അപ്ഡേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ആപ്പിൾ ഇന്നേ വരെയും ചെയ്യാത്ത, ആപ്പിൾ അല്ല ആക്ച്വലി ചെയ്ത്, ഗൂഗിൾ ആപ്പിളിൻ്റെ ഒരു കാര്യം ക്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഗൂഗിൾ പിക്സൽ 10 ഇനി മുതൽ ക്വിക്ക് ഷെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അത് ഐഫോണിലേക്ക്. സംഭവം വായിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഫേക്കാന്ന്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേയധികം ആൾക്കാർ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഇത് ഫേക്ക് അല്ല, ഒറിജിനലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന്. ആ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഡൗട്ട് എനിക്ക് വന്നത്. ആപ്പിള് അങ്ങനെ അവരുടെ എയർ ഡ്രോപ്പ് സെർവർ അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് മെക്കാനിസം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അങ്ങനെ തുറന്നു കൊടുത്ത ആപ്പിൾ ചെയ്യാൻ പോകുന്ന എക്കോസിസ്റ്റത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വലിയൊരു എന്താ പറയുക ഓപ്പണിംഗ് ആയിരിക്കും എയർ ഡ്രോപ്പ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം ആപ്പിൾ ടു ആപ്പിൾ എക്സ്ക്ലൂസീവായ ഒരു പേർക്കാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത് ആൻഡ്രോയിഡിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. ആപ്പിളിൽ നിന്ന്, അതായത് ഐഫോണിൽ നിന്ന് ഗൂഗിളിലേക്കും, ഗൂഗിൾ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ഫോണിൽ നിന്ന് ഐഫോണിലേക്കും എയർ ഡ്രോപ്പും ക്വിക്ക് ഷെയർ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാംസങ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് ചെയ്യാനാണ് ക്വിക്ക് ഷെയർ ഉള്ളത്. സോ അതേപോലെ ഒരു എക്കോസിസ്റ്റമാണ് ആപ്പിൾ ടു ആപ്പിൾ എയർ ഡ്രോപ്പ് ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ ഓപ്പൺ ചെയ്യുന്നത്. മേ ബി ഗൂഗിളിൻ്റെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് മെക്കാനിസം ക്രാക്ക് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അവർ ചെയ്തായിരിക്കും. ഒഫീഷ്യലി ആപ്പിൾ ചെയ്തിട്ടില്ല. ആൻഡ് ഒഫീഷ്യലി എനിക്ക് തോന്നുന്നു ആപ്പിളോ അല്ലെങ്കിൽ ഗൂഗിളോ ഈ ഒരു ഫീച്ചറിനെ പറ്റി അവർ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ട്വീറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മേ ബി ആൾക്കാർ ചെയ്ത് നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തായിരിക്കാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഒരിക്കലും ആപ്പിൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് 2025 പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ, ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഞാൻ എടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് പബ്ലിക് വോട്ടിംഗ് അല്ലെങ്കിൽ പബ്ലിക് പോളിങ്ങിലൂടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിൾ പ്രൊഡക്റ്റാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു കംപ്ലീറ്റ് പിക്ചർ ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നിങ്ങനെ കുറേയധികം ഗ്രൂപ്പ് ക്ലാസിഫൈ അല്ലെങ്കിൽ കാറ്റഗറൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയ നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക. നമുക്ക് December 14 ഇതിൻ്റെ ഫൈനൽ ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ആഴ്ചയിലും ഇതിൻ്റെ ഫോളോ അപ്പ് നമുക്ക് വരുത്താം. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ ആൻഡ് ടെലിഗ്രാം എന്നിങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു പോളിംഗ് അല്ലെങ്കിൽ ഈ ഒരു വോട്ടിംഗ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആപ്പിൾ ഫ്രണ്ട്സിനും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അവരുടെ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. അടുത്തൊരു കാര്യം അല്ലെങ്കിൽ അടുത്തൊരു ന്യൂസാണ്, ആപ്പിൾ കെയർ പ്ലസ് എന്ന ഓപ്ഷൻ ഇന്ത്യയിൽ ഫൈനലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ കെയർ ഉണ്ടായിരുന്നു, ആപ്പിൾ പ്രൊട്ടക്ട് പ്ലസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആപ്പിൾ കെയർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ കൂടെ തന്നെ തെഫ്റ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോൺ കാണാതെ പോകുകയോ അല്ലെങ്കിൽ കള്ളം കട്ടുകൊണ്ടും പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ അത് റീപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അത് മന്ത്ലിയും അതോടൊപ്പം ആനുവലിയും നമുക്കൊരു പേയ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ വഴി ഇതിപ്പോൾ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സെലക്റ്റഡ് ഡിവൈസിന് മാത്രമാണ് അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ കാണുന്നതിൽ എത്ര പേര് റിയൽ മാഡ്രിഡ് ഫാൻസ് ആണ്? ആക്ച്വലി ഞാൻ ബാർസ ഫാനാണ്, അത് വേറെ കാര്യം. പക്ഷേ റിയൽ മാഡ്രിഡും ആപ്പിളും തമ്മിൽ ഒരു പുതിയ കൊളാബ് വരുന്നുണ്ട്. 2026 ഒരു പുതിയ ഡോക്യുമെൻ്ററിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഡോക്യുമെൻ്ററിൽ ഇത്രമാത്രം ഒരു
ഹൈപ്പ് വരാനുള്ള ചാൻസ്? വേറെ ഒന്നുമല്ല, ആപ്പിളിൻ്റെ വിഷൻ പ്രോയിൽ ഇമേഴ്സീവായ വീഡിയോ ഫോർമാറ്റിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററി വരാൻ പോകുന്നത്. ഏകദേശം 30 ബ്ലാക്ക് മാജിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 180 ഡിഗ്രിയിൽ 8K റെസൊല്യൂഷൻ വീഡിയോ ഫോർമാറ്റിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററി വരാൻ പോകുന്നത്. ഇമേഴ്സീവ് എക്സ്പീരിയൻസ് വിത്ത് സ്പേഷ്യൽ ആണ് ഈ ഒരു ഡോക്യുമെൻ്ററി. നമുക്കിങ്ങനെ ചുറ്റും നോക്കി കണ്ട് ആ ഒരു ഡോക്യുമെൻ്ററി കാണാൻ പറ്റും. വിഷൻ പ്രോ ഉള്ള ആൾക്കാർക്ക് സൂപ്പറായിരിക്കും, സൂപ്പറായിരിക്കും, സുട്ടുപണിയായിട്ടിരുന്ന് കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിഷൻ പ്രോ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു ഡോക്യുമെൻ്ററി ഇപ്പോൾ ഓൾറെഡി ആപ്പിൾ TV റിയൽ മാഡ്രിഡിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. പക്ഷെ അത് ഒരു നോർമൽ ഡോക്യുമെൻ്ററി ആണ്. ഇത് കുറച്ചുകൂടെ ഇമേഴ്സീവായിട്ട് 180 ഡിഗ്രി 8K റെസൊല്യൂഷൻ എന്നിങ്ങനെ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി വീഡിയോ ഫോർമാറ്റിൽ വരുന്ന ഒരു പുതിയ ഡോക്യുമെൻ്ററിയും ആപ്പിൾ നെക്സ്റ്റ് ഇയറിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, പേഴ്സണലി എനിക്ക് കുറേ നാളായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു ഡ്യുവൽ അക്കൗണ്ട് ഇൻ വാട്സാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും വാട്സാപ്പ് വെബൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ഐഫോണിൽ ഒരു വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് 2 അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി ആപ്പിളല്ല, നമ്മുടെ വാട്സാപ്പ് മെറ്റ അതിന് ബെയ്റ്റ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ വാച്ചിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ ബെയ്റ്റ ടെസ്റ്റിങ്ങിലാണെന്ന്. ഇപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ ബെയ്റ്റയായിട്ട് വാട്സാപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. വാട്സാപ്പിൻ്റെ ഐഫോൺ സീരീസിൽ ഇനി ആ ഒരു ഡ്യുവൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൻ്റെ ഓപ്ഷൻ അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ തന്നെ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത്, ചൈനയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. എസ്പെഷ്യലി ബീജിങ്ങിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുക. ആപ്പിളിൻ്റെ ഒരു പുതിയ സ്റ്റോറ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസംബർ 6 തീയതി ബീജിങ് ചൈനയിൽ പുതിയ ആപ്പിൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റോ ടോട്ട് ബാഗോ കാര്യങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ചൈനയിൽ ഇരുന്നാൽ കാണുമെന്ന് കരുതുക. അല്ലെങ്കിൽ ചൈനയിൽ കൂട്ടരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചിട്ട് പറയാം അവർ ആപ്പിൾ സ്റ്റോറിൽ പോവുക. ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ 2 ടോട്ട് ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. ആ ഗിഫ്റ്റ് ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് എനിക്കും കൂടെ ഒന്ന് അയച്ചാൽ ഞാൻ കൊറിയർ കാശ് തരാം. എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, എനിക്കൊരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ അറിയാമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെയും നമുക്കൊരു പുതിയ കുറച്ചധികം ന്യൂസുകൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് അവിടെയും വരാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Zebin Xavier signing from Evica.